എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുട്ടിക്കാലം മുതലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? എന്നാൽ കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ച മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും പിൽക്കാലത്ത് വലിയ തെറ്റുകളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വലിയ ശരികളും ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ വലിയ തെറ്റുകളും ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അന്ന് മനസ്സിലാക്കിയ, അന്ന് പഠിച്ച പല കാര്യങ്ങളും വലിയ അപാകതകൾ ഉണ്ടായിരുന്നു എന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു ചെറിയൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ചെറിയ ഒരു വിഷയമാണെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഏതായാലും നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ എന്ന ഒരു പഴയ ഒരു പ്രോവർബ് ഉണ്ട് ഇംഗ്ലീഷിൽ അല്ലേ? ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന്. തീർച്ചയായിട്ടും ആ പഴഞ്ചൊല്ലിന് വലിയ പ്രാധാന്യമുണ്ട്. കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരുപാട് വട്ടം കേട്ട് പഴകിയ ഒരു പഴഞ്ചൊല്ല് കൂടിയാണ്. കാലം ഒരുപാട് വളർന്നു, പക്ഷേ കാലം പരിഷ്കരിച്ചപ്പോൾ ആ പഴഞ്ചൊല്ലിന് ഇപ്പോഴും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ന് എന്നെ സംബന്ധിച്ചിട്ട് ആ പഴഞ്ചൊല്ല് ഇപ്പോൾ കേൾക്കുമ്പോൾ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പണം നമുക്ക് ആവശ്യമുണ്ട്, എന്നിട്ട് നമുക്ക് വിചാരിച്ചത്ര പണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? നല്ലൊരു ജോലി ഉണ്ടാവണം നമ്മൾ ആവശ്യമാണ്, എന്നിട്ട് പലപ്പോഴും പല ആളുകൾക്കും അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഈ പഴഞ്ചൊല്ല് ചെറിയ തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ആവശ്യങ്ങളല്ല, അത്യാവശ്യങ്ങളാണ് ഒരു മനുഷ്യനെ വലിയ മാറ്റങ്ങളിലേക്കും വിജയങ്ങളിലേക്കും, ഒരു കാര്യം നേടിയെടുക്കുന്നതിലേക്കും, ഒരു കാര്യം സ്വന്തമാക്കുന്നതിലേക്കും, ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നതിലേക്കും ഒക്കെ നയിക്കുന്നത്. അവനവൻ്റെ ആവശ്യങ്ങളല്ല, അത്യാവശ്യങ്ങളാണ് എന്ന ഒരു ചെറിയ തിരുത്തല് ആ പഴഞ്ചൊല്ലിന് കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് കുറച്ച് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വീട്ടിൽ നമ്മുടെ മകളുടെയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയുടെയോ ഒക്കെ വിവാഹം നടക്കുകയാണ്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മളാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ ആ കല്യാണത്തിന് 5 ലക്ഷം രൂപയാണ് ആവശ്യമുള്ളതെങ്കിൽ നമ്മുടെ കയ്യിൽ 3 ലക്ഷം രൂപയുള്ളൂ എന്ന് കരുതുക. അപ്പോൾ ഈ 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ആവശ്യം എന്നതിനപ്പുറം എന്താണ്? അത്യാവശ്യമാണ്, കിട്ടിയേ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കിട്ടാവുന്നിടത്തൊക്കെ നമ്മൾ ചോദിക്കുകയും അല്ലെങ്കിൽ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും ആ 2 ലക്ഷം രൂപ നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. കാരണം ഈ വിവാഹം നടക്കണം എന്നുള്ളത് നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയാണ് ആവശ്യവും അത്യാവശ്യവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് മനസ്സിൻ്റെ ഒരു സെറ്റിങ്സ് ആണ്. നമ്മൾ വെറും ആവശ്യമായിട്ട് കരുതുന്നുണ്ടെങ്കിൽ അതിന് തീവ്രത കുറവായിരിക്കും. നമ്മളൊരു കാര്യത്തിന് വേണ്ടി, ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായി സജ്ജമാകുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു കാര്യത്തിന് നമ്മൾ നിർബന്ധിതരാകുമ്പോഴാണ്. നിങ്ങൾക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്, അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പം നല്ല തിരക്കായിരിക്കും. നിങ്ങൾ രാവിലെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിങ്ങളവിടെ പോയി, ഉച്ച 1 മണിക്കൊക്കെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട്, കാരണം വിശപ്പൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാമെന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ജോലിയിൽ തന്നെ മുഴുകി അങ്ങിരിക്കും അല്ലേ? അതെങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് കരുതി നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ ഒന്ന് മാറ്റിവെക്കും. കാരണം അവിടെ ആവശ്യം മാത്രമാണ്, ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആവശ്യമാണ്. ഇതെപ്പോഴാണ് അത്യാവശ്യമായി മാറുന്നത്? നിങ്ങൾ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് നല്ല തിരക്ക് പിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 മണിയായപ്പോൾ നിങ്ങൾക്ക് നല്ല വിശപ്പ്, നിങ്ങൾക്ക് ഇനി ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ തല കറങ്ങി വീഴുമെന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? അടുത്തുള്ള ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച് എങ്ങനെയെങ്കിലും പുറത്ത് പോയിട്ട് ഒരു ഗ്ലാസ് ചായയോ അല്ലെങ്കിൽ പലഹാരമോ എന്തെങ്കിലും കഴിച്ച് വയറൊന്ന് ജസ്റ്റ് ഒന്ന് നിറച്ച് ആ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ വീണ്ടും ജോലിയിലേക്ക് തിരിച്ചു വരും അല്ലേ? ഇവിടെയാണ് ആവശ്യവും അത്യാവശ്യവും നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതൊരു മൈൻഡ് സെറ്റാണ്. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏതൊരു കാര്യവും നേടിയെടുക്കുന്നതും സ്വന്തമാക്കുന്നതിനും സഹായിക്കുന്ന ഘടകമായിട്ട് മാറുന്നത്. നിങ്ങൾ PSC എക്സാമൊക്കെ എഴുതുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വെറും ഒരു ആവശ്യം, ആ ജോലി എനിക്ക് ആവശ്യമാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് പലപ്പോഴും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ കഴിയാതെ പോകുന്നത്. അതിലപ്പുറം ഈ ജോലി നിർബന്ധമായിട്ടും എനിക്ക് നേടിയെടുത്തേ പറ്റൂ എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എപ്പോഴാണോ നിങ്ങൾ എത്തിപ്പെടുന്നത്, 4 ദിവസം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കാമെന്ന മാനസികാവസ്ഥയിലേക്ക്, എങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് നിങ്ങൾ എത്തിപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും
കംപ്ലീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? അത് അത്യാവശ്യമാണ് എന്ന് നമുക്ക് തോന്നേണ്ടതുണ്ട്. അവിടെ ആവശ്യം മാത്രമായിട്ട് മാറിയാൽ പോരാ. നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോയി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പേന താഴെ വീണു, അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ആ പേന കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ അവിടെയുള്ള അധ്യാപകനോട് പറയും, എങ്ങനെയെങ്കിലും ഒരു പേന എത്തിച്ചു തരാൻ പറയും അല്ലെ. കാരണം എന്താണ്? അവിടെ നിങ്ങൾ ആവശ്യക്കാരനല്ല, അത്യാവശ്യക്കാരനാണ്. ഇവിടെ എപ്പോഴാണ് ആവശ്യക്കാരനാവുന്നത്? നിങ്ങൾക്ക് തിങ്കളാഴ്ച നിങ്ങളുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട സ്കൂളുകളിൽ എന്തെങ്കിലും ഒരു കാര്യം എഴുതി തയ്യാറാക്കിയിട്ട് പോകാനുണ്ട്. ഒരു 1-2 മണിക്കൂർ കൊണ്ട് എഴുതി പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശനിയാഴ്ചയായി നിങ്ങൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി പേന കൊണ്ട് എഴുതുന്നതിനിടയിൽ നിങ്ങളുടെ പേന താഴെ വീണു. പിന്നെ ആ പേന കൊണ്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്പോട്ട് നിങ്ങൾ കടയിൽ പോകില്ല. നിങ്ങൾ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ ഇനി ഉച്ചയ്ക്ക് ശേഷം എഴുതാമെന്ന് വെക്കും അല്ലേ. അല്ലെങ്കിൽ ഇനി നാളെ കടയിൽ പോയിട്ട് പേനയൊക്കെ വാങ്ങിച്ചിട്ട്, കാരണം കുറച്ച് സമയം കൊണ്ട് എഴുതി പൂർത്തിയാക്കുന്നതാണ്, പിന്നത്തേക്ക് നമ്മൾ മാറ്റിവെക്കും. ഇവിടെയാണ് ആവശ്യവും അത്യാവശ്യവും വ്യത്യസ്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആവശ്യമാണ് എന്ന് മാത്രം കരുതുന്ന ഒരാളെ സംബന്ധിച്ച് അത്രത്തോളം ഒരു എനർജി നമ്മളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യില്ല ആ കാര്യം നേടിയെടുക്കുവാനും സ്വന്തമാക്കുവാനും. അത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുക. എന്നാൽ അത്യാവശ്യക്കാരനാകുമ്പോൾ ജീവിതത്തിൽ ഒരാൾ ഏതൊരു കാര്യത്തിനാണോ അത്യാവശ്യക്കാരനായി മാറുന്നത് അയാളത് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യങ്ങളല്ല, അത്യാവശ്യങ്ങളാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്ന് തിരുത്തി വായിക്കേണ്ടതുണ്ട്, തിരുത്തി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉദാഹരണ സഹിതം മനസ്സിലാക്കുമ്പോഴാണ് ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും നമുക്ക് തിരിച്ചറിയാനാവുക. ജീവിതത്തിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ബിസിനസ് എങ്ങനെയെങ്കിലും ഒക്കെ എനിക്ക് വിജയിപ്പിച്ചേ പറ്റൂ, കുറേ ലോണും കാര്യങ്ങളും ബാധ്യതകളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് ഏത് മുഖേനയും വിജയിപ്പിച്ചേ പറ്റൂ എന്ന രീതിയിൽ നിങ്ങൾ എപ്പോഴാണോ അത്യാവശ്യക്കാരനായി മാറുന്നത് അവിടെ നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ ആ ബിസിനസ്സിന് വേണ്ടി സമർപ്പിക്കും. കംപ്ലീറ്റ് എനർജി അതിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ അത്രത്തോളം എനർജി അതിലില്ലെങ്കിൽ പലപ്പോഴും പല ബിസിനസ്സുകളും പരാജയപ്പെടുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നിങ്ങൾക്ക് അത്രത്തോളം എഫേർട്ട് നിങ്ങളിൽ നിന്ന് അത് കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ ആ ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ വിചാരിച്ചതുപോലെ ബിസിനസ് വളർത്തിയെടുക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വെറും ഒരു ആവശ്യക്കാരൻ മാത്രമാവുകയല്ല, എപ്പോഴാണോ നിങ്ങളൊരു അത്യാവശ്യക്കാരനായി മാറുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ നിങ്ങളുടെ എല്ലാ എനർജിയും പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ്. നിങ്ങളെ ഒരാൾ വെള്ളത്തിൽ പിടിച്ച് മുക്കി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്വാസം വിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു എനർജി ഇല്ല. അവിടെ എന്തുകൊണ്ടാണ്? അത് അത്യാവശ്യക്കാരനായി മാറിയത് കൊണ്ടാണ് അല്ലേ. നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? മരണം സംഭവിക്കുമെന്ന തിരിച്ചറിവാണത്. അതുപോലെ ജീവിതത്തിൽ ആ ഒരു തിരിച്ചറിവിലേക്ക് ഏതൊരു ലക്ഷ്യത്തിനും വേണ്ടി ഓടുമ്പോൾ, ഏതൊരു ആഗ്രഹത്തിനും വേണ്ടി ഓടുമ്പോൾ, ഏതൊരു സ്വപ്നത്തിനും വേണ്ടി ഓടുമ്പോൾ, ഏതൊരു കാര്യവും ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്, ഏതൊരു കാര്യവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, എത്രത്തോളം അത്യാവശ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം എന്നുള്ളതാണ്. അത്യാവശ്യമുള്ള കാര്യം എന്താണോ അത് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴാണോ പ്രവർത്തിക്കാൻ തയ്യാറാവുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും. വെറും ആവശ്യക്കാരനായി മാത്രം ജീവിക്കാതിരിക്കുക, അത്യാവശ്യക്കാരനാവാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഏത് കാര്യം സ്വന്തമാക്കുന്നതിനും നേടിയെടുക്കണം. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളതും ഓർമ്മപ്പെടുത്താനുള്ളതും. ചെറിയ 2 വാക്കുകളുടെ വ്യത്യാസത്തിനപ്പുറം വലിയ മാനസികമായ അന്തരം ഈ 2 കാര്യങ്ങൾക്കുമുണ്ട് എന്ന് തിരിച്ചറിയുക. മനസ്സിന്റെ ചിന്തകളുടെ പ്രതിഫലനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കുന്നതെല്ലാം. ഏതൊരു കാര്യത്തിനു വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും നമ്മുടെ ചിന്തകളിൽ അത് അത്യാവശ്യമാണ് എന്ന് തോന്നുന്നിടത്താണ് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാൻ നമ്മുടെ മനസ്സും ശരീരവും തയ്യാറാകുന്നത് എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ സഞ്ചരിക്കാനാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.